ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ കാട്ടിൽമേക്കത്ത് ദേവി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജങ്കാറിലാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളത്തിൽ പോകുമ്പോഴാണ് ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് എന്നോട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ പൊട്ടത്തരം വിളിച്ച് പറയും. ഓക്കെ, നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വൃശ്ചിക ചെറുപ്പ മഹോത്സവമാണ്. അപ്പോൾ അതിനുവേണ്ടി പോകണം. അൻഷിയൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് കടകളൊക്കെ ഉണ്ട്. നമ്മുടെ ഇറാനി ചായയും പിന്നെ മസ്ക ബണ്ണും എന്താണെന്ന് എനിക്കറിയത്തില്ല. ആ ഐറ്റം എനിക്ക് ഇൻട്രസ്റ്റും തോന്നിയിട്ടില്ല. ഞാൻ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോയിട്ടില്ല കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരുപാട് കടകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പോവാണ്. ഒരു ഉച്ചര സമയത്താണ് ഞാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയ തിരക്കൊന്നും ആയി തോന്നുന്നില്ല. പിന്നെ ചട്ടി വട്ടി കുട്ടാവടികളും എല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു, ഡാൻസ് പ്രോഗ്രാം. അപ്പം നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് ഡാൻസ് പ്രോഗ്രാമൊക്കെ കണ്ടു. ഞാനോട്ടൊന്ന് സെറ്റായിരുന്നു. കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് ചോറൊക്കെ കഴിച്ചു കേട്ടോ. എന്നിട്ട് നമ്മളിരുന്ന് കാണാൻ ഈ ഒരു ഡാൻസ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡാൻസ് കണ്ടു. പിന്നെ ബോറടിച്ചപ്പോൾ ഇത് എൻ്റെ ഞാനോട്ടെ കുറച്ച് പട്ടി ഷോകളൊക്കെയാണ് കേട്ടോ. ക്യാമറ കാണുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെയൊക്കെ ചില പരിപാടികളൊക്കെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ചായ കുടിച്ചിട്ട് നേരെ നടന്നു പോവാണ്. ചായക്കടയിൽ നിന്ന് വാങ്ങിച്ച് കോളിഫ്ലവർ ബജ്ജിയും തിന്നുകൊണ്ട് അൻഷിക്ക് ഇങ്ങനെ നടക്കുകയാണ്. എന്ത് വാങ്ങിക്കണം എന്ത് വേണമെന്ന് പറയണമെന്ന് അറിയാൻ വയ്യാതെ നടക്കുന്ന കോലമാണ് ഈ കാണുന്നത്. അപ്പം നമ്മളവിടെ പഞ്ചലോഹ മോതിരമാണ് ഈ കണ്ടെത്തിയത്. പഞ്ചലോഹമാണോ അല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇൻട്രസ്റ്റ് തോന്നിയപ്പോൾ ഒരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ടോയ്സിൻ്റെ ഒക്കെ കട. ആ കടയിലെ ചേട്ടൻ ആനുഷിനെ ഇങ്ങനെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനൊരു കാർ കൊടുത്തു. ഞാൻ ഞാനൂട്ടാ വേണ്ട തിരിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേനും അവൻ കൊടുത്തു. പിന്നെ കൊടുത്തിട്ട് അവനത് വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു മോതിരം എൻ്റെ നാളൊക്കെ വെച്ചിട്ട് കളറൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ കല്ലിൻ്റെ ഒരു സെറ്റാക്കിയിട്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ വേറെ ഏതെങ്കിലും ടോയ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം പാവൻ ഞാനൂട്ട മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീപ്പട്ടി കൊണ്ടുള്ള പരിപാടി. ഞാൻ പറഞ്ഞു തീക്കളിയൊന്നും വേണ്ട ചേട്ടാ, അല്ലാത്തുള്ള ഏതെങ്കിലും ടോയ്സ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേന് ചേട്ടൻ ഈ ബബിൾസിൻ്റെ ഒരു ടോയ്സ് എടുത്ത് കാണിച്ചു തന്നു. ഞാനൂട്ടൻ അത് കണ്ട് സെറ്റായിരുന്നു കേട്ടോ. പിന്നെ അവൻ അതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയാണ് അതിൻ്റെ ഫംഗ്ഷൻ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കടയിലുള്ളവർക്കും അവനെ ഇഷ്ടപ്പെട്ടു. അവരും അതിങ്ങനെ വെച്ച് കൊടുത്ത് അവനെ കുറേ നേരം വെച്ച് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനൂട്ട ഒന്നിനും വാശി പിടിക്കാറില്ല. അവൻ അത്രയും നേരം അത് വെച്ച് കളിച്ചിട്ടും അത് വേണമെന്ന് പറഞ്ഞതുമില്ല. ബട്ട് എനിക്ക് അവൻ്റെ പാവത്തം തോന്നിയപ്പോൾ ഞാൻ അതിൻ്റെ ഒരെണ്ണം വാങ്ങിക്കൊടുത്തു. പിന്നെ അൻഷിക്ക് കുറേ ക്ലിപ്പ് മാല വള തുടങ്ങിയ ഫാൻസി ഐറ്റംസിനെയൊക്കെ കടക്കുകയാണ് ഗൈസ്. അവിടെയുള്ള ആ ഒരു തെരച്ചിലും പറക്കലുമാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞപ്പോൾ അൻഷിക്ക് തലയാട്ടുന്ന ബുദ്ധനെ വേണമെന്ന് പറഞ്ഞുള്ള ആ ഒരു നിപ്പാണിത്. ഞാൻ വാങ്ങിക്കൊടുത്തില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ആൾ ചമ്മിപ്പോയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഞാനൂട്ടൻ തോക്കും അൻഷിക കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് പോയി. ഇതാണ് കേട്ടോ കുടില്. ഇവിടെയാണ് 12 ദിവസം ആൾക്കാർ താമസിക്കുന്നത്. അങ്ങനെ അൻഷിക ഒരു ആമമുദ്രം വാങ്ങിച്ചിട്ട് കാണിച്ചു കൊടുക്കാമേ, വീഡിയോയിൽ കാണിച്ചു കൊടുക്കാമേ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞാനൊക്കെ കാണിച്ചു. അപ്പോൾ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.